ഏട്ടാ ഏട്ടാ ഉം. ചായ കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേറ്റ് കുടിക്കേ. ഹലോ എടാളിയെ, ആ പറയ് രഘു. എടാ നാളെ ഞാൻ നിന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആണോ? അതേടാ, ഒരു ചെറിയ പണിയുണ്ട്. ഡാ സൂപ്പറാടാ. അതാ നാളേക്ക് വരാന്ന് വിചാരിച്ചു. എപ്പോ? നാളെ വരുന്നേ? അതേടാ, അവിടെ വന്ന് 2 ദിവസം നിന്റെ വീട്ടിൽ തങ്ങാന്ന് വിചാരിക്കുന്നു. നിനക്ക് ഓക്കേ എടാ അല്ലേ? ഇതിലെന്താടാ ഉള്ളത്? വാടാ. ശരിയല്ലേ, നീ നിന്റെ അഡ്രസ് ഒന്ന് അയച്ചേക്കേ. ആ. ഞാൻ ഒരു ഓട്ടോ പിടിച്ചങ്ങ് വന്നേക്കാം. നീ ബസ് സ്റ്റാൻഡ് വന്ന് ഇറങ്ങിയിട്ടേ എന്നെ വിളിച്ചാൽ മതി. ഞാൻ തന്നെ നിന്നെ അവിടെ വന്ന് പിക്കപ്പ് ചെയ്തോളാം. പിന്നെ അളിയാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിനാ വരുന്നത്. നീ എന്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ആ ശരിയടാ, നോക്കാമേ. അപ്പൊ ഓക്കെ അളിയാ, വെക്കുകയാണേ. ഉം. നമുക്ക് നാളെ കാണാം. ആരാ ഏട്ടാ ഇപ്പൊ വിളിച്ചത്? എൻ്റെ ഫ്രണ്ട് രഘുവാ. ഉം. നാളെ നാട്ടിൽ നിന്നേ കൊച്ചിയിലേക്ക് വരും അത്ര. ഓ. മാക്സിമം നമ്മുടെ വീട്ടിലാണ് താമസിക്കുക. ഓ ശരി ഏട്ടാ. രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയോ കവിതേ? നീ എന്തുണ്ടാക്കിയാലും എനിക്ക് ഓക്കെയാണ്. ഉം. ഏട്ടാ ഉം? വീട്ടു ചെലവിന് എന്റെ കയ്യില് ഒട്ടും കാശില്ല. കുറച്ച് സമയം എന്താ, ഞാൻ ഇങ്ങനെ റെഡിയാക്കാന്നേ. സാധനങ്ങളെല്ലാം തീർന്നിരിക്കുക. ഞാൻ എന്തൊക്കെ സാധനങ്ങളാ വേണ്ടെന്നുള്ള ലിസ്റ്റ് തരാം, അത് മാത്രം ഒന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് തരുമോ? ഷെടി, എൻ്റെ കയ്യിലിപ്പോൾ ഒറ്റ പൈസ പോലും ഇല്ല. ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യേ, ഞാൻ നിനക്ക് എങ്ങനെയും റെഡിയാക്കി തരാം. എപ്പോ ചോദിച്ചാലും ഇത് തന്നെ പറഞ്ഞാലെങ്ങനാ? വീട്ടിലെ സാധനങ്ങൾ ഒന്നുമില്ല. അത് മാത്രമല്ല, നാളെ നിങ്ങളുടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നില്ലേ? എന്ത് പറയാനാ, എല്ലാം എന്റെ തലയിലെഴുത്താ. ശ്ശേ. ഉം. ശരി, എനിക്ക് പുറത്ത് ജോലിയുണ്ട്, പോയിട്ട് വന്നേക്കാം. ഹലോ. ഹലോ. ആ പറയടി ദീപേ. എടി കവിതേ, നിന്നോടൊരു കാര്യം പറയാനാടി വിളിച്ചത്. ഉം? നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഈ ആഴ്ച ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീയും വരുന്നെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. ടൂറാ? അതേടി, ഇങ്ങോട്ടാ പോകുന്ന എല്ലാരും? എത്രയാടി ബഡ്ജറ്റ്? കൊടൈക്കനാലിലേക്കാ പോന്നെ. ഫുഡ്, താമസം എല്ലാം കൂട്ടി ഒരു 5000 രൂപ വരുവടി. നല്ല രസമായിരിക്കും, നീ ഉറപ്പായിട്ടും വരണം. എന്തു പറ്റിയടി, എന്താ ഒന്നും മിണ്ടാത്തെ? 5000 ആവോ? വേണ്ടടി ദീപേ, 5000 ആവുമെങ്കിൽ ഏട്ടനോട് വേണം ചോദിക്കാൻ. ഏട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തരുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പോയിട്ട് വാടി. ശരിയടി, നിന്റെ ഇഷ്ടം. ഉം.
ആ പറഞ്ഞോ. ഉച്ചയ്ക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കുന്നത്? സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാമ്പാർ? എന്റെ ഫ്രണ്ടിനെ അറിഞ്ഞ ആളെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അവൻ വിളിക്കണ്ട, ഞാൻ പോയിട്ട് വന്നേക്കാവേ. നിനക്ക് വേണ്ടത് നീ ഉണ്ടാക്കി കഴിച്ചോ. ഞാൻ വരാനേ കുറച്ച് സമയം വൈകും, അതുകൊണ്ട് നീ കഴിച്ചോ. ആ ശരി ഏട്ടാ. ആ വെച്ചേക്കാം. ഉം. ഉം. എടി കവിതേ, ഉം? എടി നീ എന്താടി ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം ഇപ്പം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നേ? സമയം 5 മണിയായില്ലേ? ഭക്ഷണം ഉണ്ടാക്കി തീർക്കാൻ തന്നെ 4 മണിയായി ഏട്ടാ. ആണോ? ഉം. അല്ല, എന്താ പറ്റിയേ? എന്താ വൈകിയത്? രാവിലെ ഗ്യാസ് കാലിയായെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉം. അതുകൊണ്ട് ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് കുക്ക് ചെയ്തത്. ചോറ് മാത്രമേ വെച്ചുള്ളൂ. അപ്പോഴേക്കും കറണ്ട് പോയി. 2 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോഴാ കറണ്ട് വന്നേ. അതുകൊണ്ടാ ഇത്രയും ലേറ്റ് ആയത്. ഓ, ഉം. നിങ്ങൾ ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? നിങ്ങളുടെ ഫ്രണ്ട് എന്താ വാങ്ങി തന്നെ? മട്ടൻ ബിരിയാണി. ഇവിടെ അടുത്തേ അവൻ്റെ ഫ്രണ്ട് ഹോട്ടൽ തുടങ്ങിയിരിക്കുക. അവിടെ പോയാൽ കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. എന്തു പറയാനാ, നിങ്ങൾക്കെങ്കിലും അവിടെ നല്ല ഫുഡ് കിട്ടിയല്ലോ. എന്റെ കാര്യം കണ്ടില്ലേ, വെറും ഒരു സാമ്പാറും ചോറും വെക്കാൻ തന്നെ 2 മണിക്കൂർ എടുത്തു. ആ രഘു, പറയടാ, ബസ് കയറിയോ? ആളിയാ ഇപ്പോഴാ ബസ്സിൽ കയറിയിരുന്നേ. കുറച്ച് സമയത്തുള്ളിൽ വണ്ടി എടുക്കുന്ന തോന്നുന്നേ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിരിക്കളിയാ. സൂപ്പർ അളിയാ. ഡാ അളിയാ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. നീ രാവിലെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ ഞാൻ നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കെ അല്ലേ? ഓക്കേടാ. ശരി, നോക്കി വാട്ടോ. ശരി അളിയാ, ബൈ. രഘുവാ വിളിച്ചത്. ഉം. നാട്ടിൽ നിന്ന് ബസ് കയറിയത്രേ. നാളെ രാവിലെ കൊച്ചി റീച്ച് ആവുമെന്ന്. ഓ ആണോ? അത് ശരി. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാം. നിങ്ങളുടെ ഫ്രണ്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ. കാര്യങ്ങളൊക്കെ നന്നായി നോക്കണം. താങ്ക്സ് കവിത. വാടാ. കവിതേ, കവിതേ, കവിതേ. ദാ വരുന്നു. ഇവനാ രഘു, ആഹാ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, ഉം. ഇവൻ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാ. അതെ, നിങ്ങളെ കുറിച്ച് ഏട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ തന്നെ നിന്ന് കേറി വാ. താങ്ക്സ്. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ശരി അളിയ, നല്ല യാത്രക്ഷീണം ഉണ്ടാവും. നീ ആ റൂം പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വാ. നമുക്ക് ഒരുമിച്ച് ടിഫൻ കഴിക്കാം. ഓക്കെ അല്ലേ? അതെ കവിതേ, ഉം? രഘു വരുമ്പോഴേ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു. ടിഫിൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലേ പെട്ടെന്ന് എടുത്തു വയ്ക്കി, വേഗം കഴിക്കാം. അയ്യോ, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതല്ലേ, നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ സാധനങ്ങളൊന്നുമില്ല, എല്ലാം വാങ്ങണം. രാവിലെ കടയിൽ പോയി വാങ്ങാന്ന് വിചാരിച്ചതാ, അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൻ വരുമ്പോഴേ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞാണല്ലോ. ഇപ്പോൾ കഴിക്കാനൊന്നുമില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കുമോ? നീ ഒരു കാര്യം ചെയ്യേ, വീട്ടിലോട്ട് വെച്ച് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുക, നമുക്ക് കഴിക്കാം. ആ ശരിയേട്ടാ, വീട്ടിലിപ്പോ റവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. ഇപ്പൊ അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതെ, അത് മതിന്നേ. അതുകൊണ്ട് നീ പെട്ടെന്ന് ഉപ്മാവ് ഉണ്ടാക്കിയേ. ഞാൻ അവനെ എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്തോളാം. എന്താ?
മതി മതി മതി. മതി മതി. ഉം. ഡാ നല്ലോണം കഴിക്കേ. എൻ്റെ വൈഫ് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും അവിടെ. ഉം. ആ മതി. ആ മതി മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഈ ഉപ്പുമാവ് എനിക്ക് ശരിക്കും അമൃത് പോലെയാ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാ. ആണോ? ഉം. നിങ്ങക്ക് വിശക്കുമല്ലോന്ന് ഓർത്താ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് ലഞ്ചിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഉം. 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 ഡാലിയ, ഈ ഉപ്മാവ് ഇഷ്ടമില്ലാത്തവർ പോലും ഇതിൻ്റെ വൈഫ് ഉണ്ടാക്കിയ 2-3 പ്രാവശ്യം കഴിക്കും. ഉം. നീ കഴിക്കടാ. ഉം. എന്താ അളിയ പെട്ടെന്ന് കൊച്ചിയിലേക്ക് ഒരു വരവ്? എന്താ കാര്യം? ഫോണിനോട് ചോദിച്ചപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ നീ. എന്താ കാര്യം? അത് വേറൊന്നും അല്ലളിയാ. സെക്കൻഡ് ഹാൻഡിൽ ഒരു കാർ വാങ്ങാമെന്ന് കരുതി. നമ്മുടെ നാട്ടിലേക്കാളും ഇവിടെ കളക്ഷൻസ് കൂടുതലാണെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഓ സൂപ്പർ അളിയ. കാറ് വാങ്ങണമെന്ന് വിചാരിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിരിക്കട്ടെ, നിന്റെ ബഡ്ജറ്റ് എന്നാണ്? നിന്റെ കയ്യിലിപ്പോൾ എത്ര കാശുണ്ട്? ഒരു 3 ലക്ഷം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ നല്ല കാറൊക്കെ കിട്ടൂല്ലോ അല്ലേ? നീ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഡാ 3 ലക്ഷത്തിലെ നല്ല കണ്ടീഷനുള്ള കാർ തന്നെ വാങ്ങണം നമുക്ക്. നീ ഇപ്പം എന്തിനാ ടെൻഷനാവുന്നേ? നമുക്കെല്ലാം നോക്കാന്നേ. നീ ഏക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. ശരി അളിയ, നിന്നെ കാണാൻ നല്ല ക്ഷീണമുണ്ട്. നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. നമുക്ക് 2 പേർക്ക് 4 മണിക്ക് പുറത്ത് പോയിട്ടേ, ഇവിടെ അടുത്ത് എനിക്കറിഞ്ഞേ ഒരു കാറിൻ്റെ ഡീലറുണ്ട്. നമുക്കവിടെ ചെന്നേ വേണ്ട കാർ നോക്കിയിട്ട് വരാം. നമ്മളിവിടെ പോകുമ്പോൾ ഒരു മെക്കാനിക്കും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഡാ നീ എനിക്കത് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ അടുത്തേ എനിക്കറിഞ്ഞ നല്ല എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കുണ്ട്. നമ്മൾ പോകുമ്പോഴേ അങ്ങേരെയും കൂട്ടിക്കൊണ്ട് പോയേക്കാം. നിന്നെ കാണുമ്പോൾ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഉം. നീ ആദ്യം ചെന്ന് റെസ്റ്റ് എടുക്കുക. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ അല്ലേ? ശരിയടാ. ഉം.